ഇന്ന് ലണ്ടനിലുള്ള ഒരു അമ്പലത്തിൽ വന്നേക്കാണ്, മുരുകൻ്റെ അമ്പലത്തിൽ. അപ്പോൾ ഇന്നിവിടെ ഒരു പ്രത്യേക തേരുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ തേര് നടക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞിട്ട് ലണ്ടനിലുള്ളൊരു സ്ഥലത്താണ്. ഈസ്റ്റ് ഹാമിലോട്ട് നമുക്ക് പോവണ്ട. ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് പോകുമ്പോൾ വുഡ്ഗ്രേഞ്ച് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് നമ്മുടെ ഓവർഗ്രൗണ്ട് പോകുമ്പോൾ. അവിടെ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് വോക്കേ ഉള്ളൂ. അവിടെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് നടന്നത്. പിന്നെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഇത്രയും വലിയ ഈ ഒരു ജനക്കൂട്ടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇത്രയും ഉണ്ട്. അതായത് ഇത് ചെറിയൊരു പാർട്ടാണ്, എന്നാൽ പോലും നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ല, നമ്മൾ നാടൊക്കെ വിട്ട് പോന്നിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൽ വല്ലപ്പോഴും പോകും. പിന്നെ ഇങ്ങനെയുള്ളൊരു ഫങ്ഷനൊന്നും ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇതെനിക്കൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതൊരു സൗത്ത് ഇന്ത്യൻ പ്രോഗ്രാം ആയതുകൊണ്ട് അധികം നോർത്ത് ഇന്ത്യക്കാരൊന്നും ഇല്ലായിരുന്നു, സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീലങ്കൻസ് ഉണ്ടായിരുന്നു, പിന്നെ തമിഴിയൻസ് ആണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. പിന്നെ മലയാളീസിനെ കണ്ടു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. പിന്നെ സൗണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രത്യേകം സൗണ്ടിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവരത് മാനേജ് ചെയ്തിരുന്നത്. പിന്നെ കൊട്ടും പാട്ടും നമ്മുടെ ചെണ്ടമേളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ. പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ ഓരോ സൈഡിൽ കൂടി ഇങ്ങനെ ഓരോ
സ്ട്രീറ്റിലൂടെയൊക്കെ പോയിട്ട് അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഒരു 1.5 അവർ എടുത്തെന്ന് തോന്നുന്നു അവിടെ അമ്പലത്തിലെത്തിച്ചേരാൻ. പിന്നെ ഒത്തിരി തിരക്കായിരുന്നു. ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ ചെന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ തിരക്ക് കണ്ടുകൊണ്ട് പിന്നെ കീർത്തിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോയിട്ട് അമ്പലത്തിൽ പോയി നിന്നു. അമ്പലത്തിൽ പോയി നിന്നിട്ട് ഇവർ വരുമ്പം കയറാമല്ലോ, അല്ലെങ്കിൽ ഈ ആളും പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് തിരക്കാവുമല്ലോ, അപ്പം അമ്പലത്തിൽ കയറാനുള്ള സാധ്യത കുറയും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് പോയി. അവിടെ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡിനുള്ള ക്യൂവിൽ നിന്നു. അപ്പോൾ ഓൾറെഡി ഒരു 1:30 ഒക്കെ ആയായിരുന്നു. ഫുഡിന് വേണ്ടി ക്യൂ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടും ക്യൂ അനങ്ങുന്ന ലക്ഷണമൊന്നുമില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി, കാരണം നമുക്ക് തിരിച്ച് പോരണമല്ലോ. ആണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. എന്തായാലും എനിക്കിത് ഫസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടുക എന്നുള്ളത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. ബാക്കി നിങ്ങൾ കാണും.